ഹലോ നമസ്കാരം, ഞാൻ നിങ്ങളുടെ സന്തോഷ്. ഇന്നത്തെ വീഡിയോ കുറച്ച് സ്പെഷ്യലാണ്. ഇന്ന് എൻ്റെ കല്യാണമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ ഡ്രസ്സ് എടുക്കാൻ വേണ്ടി പോവുകയാണ്. ചുമ്മാ ഡ്രസ്സ് എടുക്കലല്ല, നമ്മുടെ വീട്ടിലെ കാരണവന്മാർക്കും എല്ലാവർക്കായിട്ട് ഒരുപാട് ഡ്രസ്സ് എടുക്കാനുണ്ട്. അപ്പോൾ നേരത്തെ ഇറങ്ങിയതിനെ കൊണ്ട് വഴിയിൽ ഒരിടത്ത് നിർത്തിയിട്ട് ചായ കുടിക്കാനുള്ള പരിപാടിയാണ്. ഫാമിലി ഒരുവിധം എല്ലാവരും ഉണ്ട്. അച്ഛൻ, അമ്മ, ചെറിയ അളിയുണ്ട്, ഡ്രൈവറുണ്ട്, മാമൻ്റെ മകനുണ്ട്, പെങ്ങന്മാരുണ്ട്, എല്ലാവരും ഉണ്ട്. അങ്ങനെ ഒരുപാട് ആൾക്കാരുണ്ട്. അങ്ങനെയാണ് ഇറങ്ങിയത്. ഇത് നമ്മൾ വരുന്നത് ഏറെ ഹാൻഡ്ലൂംസ്. ഇത് കുത്താമ്പുള്ളി ഹാൻഡ്ലൂംസ് സ്റ്റോർ എന്നും പറയും. കുത്താമ്പുള്ളി PO, തിരുവല്ല, തൃശ്ശൂർ ഡിസ്ട്രിക്റ്റിലാണ്. ഇതിൻ്റെ ലൊക്കേഷൻ ഞാൻ എന്തായാലും നമ്മളെ ഡിസ്ക്രിപ്ഷനിൽ മെൻഷൻ ചെയ്യാം. പ്രത്യേകമായിട്ട് എടുത്ത് പറയേണ്ടതെന്ന് വെച്ചാൽ കസ്റ്റമർ സർവീസ് അടിപൊളി എന്ന് തന്നെ പറയണം. നമ്മളെ ഒരു ബുദ്ധിമുട്ടോ ബോറടിപ്പിക്കലോ ഒരു കാര്യങ്ങളില്ലാതെ അവർ നമ്മളെ സർവീസ് ചെയ്യുന്നുണ്ട്, ഒരു രക്ഷയില്ലാതെ. പിന്നെ കളക്ഷൻസ് രണ്ടാമത്, നമ്മൾ ഇവിടെ ഒന്നും കണ്ട ഷോപ്പുകളോ കാര്യങ്ങളോ ഒന്നും അല്ലാതെ നമുക്ക് തോന്നിപ്പോവും. കുറഞ്ഞ സമയം കൊണ്ട് ഒരുപാട് ആൾക്കാർ തിരക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് വന്ന് കളക്ഷൻസ് എന്ന് പറയുകയാണെങ്കിൽ സാരീസ്, വെഡ്ഡിങ് ഡ്രസ്സുകൾ, അതുപോലെ മുണ്ടുകൾ, അങ്ങനെ ഒരുവിധം നമ്മളെ ജെൻസിനായാലും ലേഡീസിനായാലും വേണ്ട ഒരുവിധം ഡ്രസ്സുകളെല്ലാം ഉണ്ട് ഇവിടെ. ധാവണി സെറ്റുകൾ, അങ്ങനെ ഒരുപാട് ഡ്രസ്സുകൾ കണ്ണ് തള്ളിപ്പോകാന്ന് പറയുന്നത്. അമ്മയൊക്കെ കൊണ്ടുപോയിട്ട് അമ്മ അവിടുന്ന് കൈയെടുത്ത് പോരാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു. അങ്ങനെയൊന്നും അവിടെ പോയിട്ടുള്ള അവസ്ഥ. നമുക്ക് ഒന്ന് കാണുമ്പോൾ മറ്റേതാണ് കൂടുതൽ ഭംഗി എന്ന് തോന്നി ഒരുപാട് ഡ്രസ്സുകൾ. ഇപ്പം നിങ്ങൾ കാണുന്ന ധാവണി സെറ്റാണ്. ഇതൊക്കെ ഒരു എന്താ പറയുക, ഒരു രക്ഷയില്ലാത്ത കളക്ഷൻസും കാര്യങ്ങളൊക്കെ ആയിട്ടായിരുന്നു. നല്ല ഭംഗിയുള്ള ഒരു അനുഭവമായിരുന്നു നമുക്ക് അവിടെ പോയിട്ടുണ്ടായിരുന്നത്. പിന്നെ വെച്ചാൽ കളക്ഷൻസിൻ്റെ കാര്യം ഞാൻ പറഞ്ഞു. പിന്നെ അതാ സാരി നോക്കുന്നുണ്ട്, ഒരുപാട് സാരി കൊടുക്കാനുള്ളതുണ്ട്, അത് നോക്കി. പിന്നെ മുണ്ടെടുക്കാനുണ്ടായിരുന്നു. അങ്ങനെ ഒരുവിധം കാര്യങ്ങളൊക്കെ അവിടെ തന്നെ നടന്നു. കൊടുക്കാനുള്ള എല്ലാ സാധനങ്ങളും അതിൽ തന്നെ കൊള്ളിച്ചെടുത്തിട്ടുണ്ട്. സാരി എടുത്തു, ധാവണി എടുത്തു, പിന്നെ മുണ്ടും ഷർട്ടും എടുത്തു. എൻ്റെ ഫ്രണ്ട്സിന് കൊടുക്കാനുണ്ട്, മാമന്മാർക്ക്, വല്യച്ഛന്മാർക്ക്, അങ്ങനെ ഒരുപാട് ആൾക്കാർക്ക് കൊടുക്കാനുണ്ട്. അവരെല്ലാവരും കൂടി സാരി തിരയുന്ന ഒരു സീനാണ് കാണുന്നത്. ഒന്നും പറ്റുന്നില്ല, ഒരുപാട് കളക്ഷൻസും. ഞാൻ വീഡിയോ എടുക്കുന്ന കണ്ടിട്ട് ചേച്ചിമാരൊക്കെ ചിരിയോട് ചിരിയായിരുന്നു. ഇത് നമ്മൾ കാണുന്നത് നമ്മളെ കസവ് മുണ്ടിൻ്റെ കളക്ഷൻസാണ്. കസവ് മുണ്ടിൻ്റെ കളക്ഷൻസ് പറഞ്ഞാൽ എത്രയാ കൂട്ടുകാരെ, പല വെറൈറ്റി ഡിസൈൻസ് കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് താങ്ങാവുന്ന പ്രൈസിലാണ് കേട്ടോ ഇവർ എല്ലാ സാധനങ്ങളും സെറ്റ് ചെയ്തിട്ടുള്ളത്. ഒരുപാട് വിലയൊന്നുമില്ല. നമുക്ക് സാധാരണക്കാർക്ക് പോയിട്ട് എടുക്കാൻ പറ്റിയൊരു ഷോപ്പാണ് AR ഹാൻഡ്ലൂംസ്. ഞാൻ നിങ്ങളോട് എല്ലാവരും പറയുകയാണ്, നിങ്ങളെ വീട്ടിലോ നിങ്ങളെ കൂട്ടുകാർക്കോ എല്ലാവർക്കും എന്തെങ്കിലും പരിപാടികളോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ കുറച്ച് സമയം എടുത്തിട്ടാണെങ്കിലും നിങ്ങൾ എന്തായാലും ഈ AR ഹാൻഡ്ലൂംസ് ഒന്ന് നോക്കിയിട്ട് പോവാം. എന്തായാലും നിങ്ങൾക്ക് പെർഫെക്റ്റ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ തന്നെ കിട്ടും. സെറ്റ് മുണ്ടും സെറ്റ് സാരിയൊക്കെ കണ്ടിട്ട് ഉണ്ടല്ലോ അമ്മയെല്ലാവരും. ഇത് നമ്മൾ കാണുന്ന അവിടെ തന്നെ കൈത്തറിയിൽ അവർ ചെയ്യുന്നുണ്ട്. സെറ്റ് മുണ്ട്, കസവ് മുണ്ടെല്ലാം അവർ തന്നെ ചെയ്യുന്നുണ്ട്. അത് ലൈവായിട്ട് നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടിയാണ് ഞാൻ വീഡിയോ എടുത്തത്. ഇത് നമ്മൾ കാണുന്ന ബ്രൈഡൽ സെക്ഷനാണ്. നമ്മളെ കല്യാണ സാരി, കല്യാണ ഡ്രസ്സുകളുടെ സെക്ഷനാണ് ഈ കാണുന്നത്. എന്തോരം തിരക്കാണോ കൂട്ടുകാരെ കുറഞ്ഞ സമയം കൊണ്ട് അവിടെ ആയതെന്നറിയോ. നോക്കിയേ, ആ ചേട്ടനാണ് അവിടെ ഈ കൈത്തറീൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. നമ്മൾ നോക്കിക്കൊണ്ടിരുന്നപ്പം ചേട്ടൻ ഒന്നുകൂടെ സ്പീഡായി ഉഷാറായി ചെയ്യാൻ തുടങ്ങി. പുള്ളി എഴുന്നേറ്റ് പോകട്ടോ, കറക്റ്റ് 1 മണിക്ക് ഫുഡ് കഴിക്കാനുള്ള പോക്കാ. എന്താണെന്നറിയില്ല, അവിടെയൊക്കെ പങ്ക്ച്വാലിറ്റി ഭയങ്കര ഫുഡിൻ്റെ കാര്യത്തിൽ. ഇത് കണ്ടോ, ഇതാണ് കൈത്തറി മെഷീൻ. ഞാനും ആദ്യമായിട്ടാണ് കാണുന്നത് കേട്ടോ. അപ്പോൾ കുറേ നേരം നോക്കി നിന്നിരുന്നു. ഇതാണ് സംഭവം എന്ന് മനസ്സിലായത്. 2 സൈഡിലും ഗോൾഡൻ ലെയറും നടുക്ക് നമ്മളെ സാധാരണ നൂലിൻ്റെയും ഇതായിട്ട്. പക്ഷേ കൈത്തറി കഴിഞ്ഞ് വരുന്ന സമയത്ത് കാണാൻ ഒരു രക്ഷയില്ല. ഇത് വരുന്നത് നമ്മളെ ഫ്രോക്ക്, ഗൗണുകളും കാര്യങ്ങളൊക്കെ ആണെങ്കിൽ ഗേൾസിനുള്ള നമ്മളെ റിസപ്ഷൻ പാർട്ടി വെയറുകളായിട്ട് കാര്യങ്ങളായിട്ട് നമുക്കിങ്ങനെ ഏതാ എടുക്കേണ്ടത്, ഏതാ വാങ്ങേണ്ടത്, ഏതാ നോക്കേണ്ടതെന്നുള്ള ഒരു സംശയവും എല്ലാം കൂടെ ആയിട്ട് നിന്നിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ സാരിയും കാര്യങ്ങളൊക്കെ നോക്കി ലാസ്റ്റാണ് കേട്ടോ കല്യാണ സാരിക്ക് എടുത്തത്. കല്യാണ സാരി എൻ്റെ ഫേവറേറ്റ് തന്നെ എടുത്തു. ഇതെൻ്റെ അനിയത്തി കേട്ടോ. അനിയത്തി ഓരോ സാരീസ് ഇങ്ങനെ ഇട്ട് നോക്കുന്നുണ്ട്. അവരെന്നെ സ്റ്റിച്ച് വെച്ച് കൊടുക്കുന്നുണ്ട് കല്യാണ സാരി എങ്ങനെയാണെന്നുള്ളതൊക്കെ. അവൾക്ക് വീഡിയോ എടുക്കുന്നത് കണ്ടപ്പോൾ അവളും ആകെ ഒരു കുറവായിപ്പോയി. അപ്പം നമുക്ക് ഇനി എന്തായാലും അടുത്ത വീഡിയോയിൽ ഇനി കല്യാണമായിട്ട് കാണാം. ഓക്കെ, ബൈ.